സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മട്ടൻ കറി. അത് ഒരു 1.5 സവോള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള നല്ല ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ ഞുറുക്കിയെടുത്തത്, പിന്നെ ഒരു 2 കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഈ നക്ഷത്രം പോലിരിക്കുന്ന സാധനം, എൻ്റെ പേരെനിക്കറിയത്തില്ല, ഒരു 4 ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ മസാലയുടെ കൂട്ടിൽ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അതിനുശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മുടെ മട്ടൻ. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗ്യാസ് ഓണാക്കി ഗ്യാസ് ചൂടായി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കുക്കർ എടുത്തങ്ങ് വെക്കുക. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കടുക് ഇട്ടങ്ങ് പൊട്ടിക്കാം. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില എടുത്തിടുക. അപ്പോൾ അതുമെല്ലാം അവിടെ അങ്ങ് പൊട്ടിക്കോളും. അതങ്ങ് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും പട്ടയെല്ലാം അവിടെ എടുത്ത് അതിൻ്റെ അത്രയും ഇട്ട് കിടക്കുക. ഇതെല്ലാം അവിടെ അങ്ങ് മൂക്കട്ടെ. അത്യാവശ്യം നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ജീരകവും തള്ളിയിടുക. എല്ലാം ഇട്ടണം കേട്ടോ. കയ്യിലവിടെ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇങ്ങിടുക. അതെല്ലാം അവിടെ നല്ല മൂത്തൊരു പരുവായി വരുമ്പോഴത്തേക്കും സവോള എടുത്തിടുക. സവോളയ്ക്ക് ഇട്ട് വഴട്ടി അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് വഴട്ടുക. ഒരു ബ്രൗൺ കളർ ഏകദേശം ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്താൻ പരിപാടി. അതിങ്ങനെ വഴട്ട് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കുക, കുറച്ച് ഉപ്പ് വാരിയും ഇടുക. ഉപ്പ് അത്യാവശ്യം ഇടാവും, പ്രഷറൊക്കെ ഉള്ളവർ കുറച്ചിടണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും അങ്ങ് തള്ളിയിടുക. അതിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ മസാലയുടെ കളിയാം. പിന്നെ മസാല എല്ലാം വാരി അങ്ങ് ഇട്ടോണം കുക്കറിനകത്ത്. ഒത്തിരി തെറിപ്പിച്ചിട്ടരുത്. തെറിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ണയിലും മുക്കയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ കണ്ണ് നീറിക്കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇട്ടങ്ങ് ഇളക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് ഇളക്കുക. കുറച്ചൊരു മസാലയുടെയൊക്കെ മണം നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കും. കാരണം തക്കാളി ഇല്ല, അതുകൊണ്ടാട്ടോ. തക്കാളി ഉള്ളവർക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇല്ലാത്തത് കൊണ്ട് സോസ് ഒഴിക്കുന്നു. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊരു കുഴമ്പ് പരുവായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മട്ടൺ നമുക്ക് എടുത്തിടുക. ഇതെല്ലാം കുക്കറിൽ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ വേറെ വേറെ പാത്രത്തിൽ ചെയ്ത് ഇതെല്ലാം കഴുകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഒറ്റ കുക്കറിലാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം അവിടെ ഇട്ട് ഇളക്കി നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കുക. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ഒരു 2-3 വിസിൽ. ഇതിപ്പോൾ പലയിടത്തെ മട്ടന് പല വേവായിരിക്കും. പക്ഷെ നമ്മളിവിടുത്തെ മട്ടന് ഒരു വേവ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 3 വിസിൽ ചെയ്യുമ്പോഴത്തേക്കും റെഡിയാവും. അതിനുശേഷം ഒന്ന് എടുത്ത് നോക്കുക.